നമസ്കാരം. എല്ലാവർക്കും ഏവൻ ന്യൂസിന്റെ വക 1000 തിരുവോണാശംസകൾ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്ത പരിപാടിയായിട്ടാണ്, പാട്ടും പറച്ചിലും. അപ്പൊ നമ്മുടെ നാട്ടില് കുറെ കലാകാരന്മാരുണ്ട്. നാടൻ പാട്ടുകളിലായാലും ഗാനമേളകളായാലും അതിലൊക്കെ കണ്ടുവരുന്ന നമ്മുടെ സമീപത്തുള്ള കുറച്ച് വ്യക്തിത്വങ്ങളോടൊപ്പമാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. ബിഹൈൻഡ് ദ കർട്ടൻസ് 2026 സംഗീത പുരസ്കാര ജേതാവ് പ്രിയേഷ് ടി വി, ഫ്ലവേഴ്സ് ചാനലിലൂടെ സുപരിചിതനായ സുനിൽ കണ്ണൻ, അപ്പൊ ഇന്ന് തിരുവോണം അല്ലേ, നമുക്ക് ഒരു ഓണപ്പാടിലൂടെ തന്നെ ഈ ഒരു പരിപാടി ആരംഭിക്കാം. ആയിക്കോട്ടെ. അപ്പൊ ആദ്യമായി ഏവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ തിരുവോണാശംസകൾ. അപ്പൊ തിരുവോണാണല്ലോ, അപ്പൊ നമുക്ക് ഒരു നല്ലൊരു ഓണപ്പാട്ടോടു കൂടി തന്നെ തുടങ്ങാം അല്ലേ സിംഗ്ലെ? അപ്പൊ സുനിയേന്റെ ഒരു പാട്ടുകൂടെ കേട്ടിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. ജേതാവാണല്ലോ ഈ വർഷത്തെ. അപ്പൊ ആ ഒരു സന്തോഷത്തെ എങ്ങനെ കാണുന്നു? ഒരുപാട് സന്തോഷം. കാരണം ബിഹൈൻഡ് ദ കർട്ടൻ എന്ന് പറയുന്നത് ഒരു തിയേറ്റർ നാടക ഗ്രൂപ്പാണ്. അപ്പൊ അത് ഈ കഴിഞ്ഞ 10 വർഷമായി, അതായത് വിവിധ മേഖലകളിൽ, കേരളത്തിലെ വിവിധ കലാ സാംസ്കാരിക മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഈ വർഷം അത് 10ാം തവണയാണ് എല്ലാ മേഖലകളിലും തങ്ങളുടെ കഴിവുകൾ തെളിയിച്ച ആൾക്കാരെ അവരെ ആദരിച്ചത്. അതില് സംഗീത രംഗത്ത് ഈ വർഷത്തെ പുരസ്കാരം എനിക്കാണ് ലഭിച്ചത്, സംഗീത പ്രതിഭാ പുരസ്കാരം. ഒരുപാട് സന്തോഷം. കേരള സർക്കാരിന്റെ യുവപ്രതിഭ പുരസ്കാരം കിട്ടിയ സുനിയേട്ടൻ നമ്മുടെ ഒന്നിച്ചുണ്ട്. നാടൻപാട്ട് രംഗത്ത് സുനിയേട്ടൻ ഒരുപാട് അവാർഡ് ലഭിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതെന്തൊക്കെയാണ്? ഒരുപാട് സന്തോഷം. എന്തായാലും ഈ നാടൻപാട്ട് മേഖല വന്നിട്ട് ഏകദേശം ഒരു 10-18 വർഷത്തോളം ആയി. അതിനിടയിൽ തന്നെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൂടാതെ എല്ലാ സ്ഥലങ്ങളിലും പരിപാടി ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അവാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ അവാർഡ് കേരള സർക്കാരിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് ആയിരുന്നു. വയനാട് നാട്ടു സംസ്കൃതി എന്നൊരു പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതിനുശേഷം കലാമണിയുടെ സ്മരണയ്ക്കായി നടന്ന കലാമണി ഫൗണ്ടേഷൻ ഓണപ്പഴം പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഇപ്പൊ ലാസ്റ്റ് കിട്ടിയ അവാർഡ് പ്രതിഭ പുരസ്കാരം. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളെ ഈ മേഖലയ്ക്ക് പ്രോത്സാഹനം തരുന്ന ഒരുപാട് പ്രിയപ്പെട്ട നാട്ടുകാരും കൂട്ടുകാരും, അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ പരിപാടി പോകുമ്പോൾ നമ്മളതിന് വന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് സപ്പോർട്ട് കൊണ്ടാണ് ദൈവാശ്രയ ചിഹ്നത്തൊക്കെ ഒരു അവാർഡും പിന്നെ അവസരങ്ങളൊക്കെ കിട്ടിയത്. അപ്പൊ നിങ്ങൾ ഒരുപാട് പരിപാടികൾ കേരളത്തിനകത്തും പുറത്തും അവതരിപ്പിച്ചാണല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ട്രൂപ്പാണോ അല്ല വ്യത്യസ്ത ട്രൂപ്പുകളാണോ? വ്യത്യസ്ത ട്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മള് വിളിക്കുമ്പോൾ വിവിധ ട്രൂപ്പുകളിൽ പാടാനും അതിനൊക്കെ ആയിട്ട് പോവാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു മ്യൂസിക് ബാൻഡ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഈ വർഷം അത് വളരെ വിപുലമായ രീതിയിൽ വളരെ ആക്റ്റീവായിട്ട് ഈ രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളത് ലോഞ്ച് ചെയ്യാണ് ഈ വർഷം. മലബാർ എക്കോസ് എന്ന ഒരു ഫോക്ക് ബാൻഡാണ്. അതിന്റെ അവതരണം ജസോ ജയ്മാൻ എന്നുള്ള പേരാണ് അതിന്റെ അവതരണം. ഇപ്പൊ തന്നെ ഓണത്തിന് ഒരുപാട് പ്രോഗ്രാമുകൾ ഇങ്ങനെ ബുക്കിംഗ് ആയിട്ടുണ്ട്. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് പരിപാടി ഔട്ടുണ്ടായി. അപ്പൊ ഇത് കാണുന്ന ആൾക്കാർ ഞങ്ങളുടെ ടീമിന്റെ പേര് നോട്ട് ചെയ്യണം. പിന്നെ മാത്രമല്ല ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം. ഒരുപാട് പരിപാടി തരണം. ഞങ്ങളെ കലാകാരന്മാർക്ക് ഒരു വലിയൊരു ഗുണമായിരിക്കും. ഇവിടെ പിന്നെ ഈ ട്രൂപ്പില് കുറെ ആൾക്കാരുണ്ട്. ഈ നാടൻപാട്ട് രംഗത്ത് നിരവധി വർഷമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയ കുറെ കലാകാരന്മാരുണ്ട്. അതില് ആദ്യം പിന്നെ ഈസ്റ്റ് കോസ്റ്റ് സ്റ്റുഡിയോസിന്റെ ശ്രദ്ധേയനായ സിംഗർ, ആ ഒരു കാലത്ത് മാണിക്യ ചെമ്പഴുക്ക എന്ന് പറയുന്ന ശ്രദ്ധേയമായ ആൽബത്തിലെ അത്തം പൂത്തിറങ്ങി എന്ന പാട്ട് കൊണ്ട്, ഒറ്റ പാട്ട് കൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ശ്രദ്ധേയനായ ഒരു കലാകാരനാണ് മനേഷ് ലാൽ. അദ്ദേഹം നമ്മളെ ട്രൂപ്പിന്റെ ഭാഗമാണ്. അതുപോലെ ഈ അടുത്ത കാലത്ത് കലാഭവമണി ഫൗണ്ടേഷൻ ഓടപ്പഴം പുരസ്കാരം, അതുപോലെ തന്നെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് അവാർഡ് വിന്നറാണ് കൃഷ്ണകുമാർ. അദ്ദേഹവും നമ്മളുടെ ട്രൂപ്പിൽ സജീവ സാന്നിധ്യമാണ്. പിന്നെ റിഥം വളരെ ചടുലമായി റിഥം കൈകാര്യം ചെയ്യുന്നത് സാജേഷ്, അദ്ദേഹമുണ്ട്. പിന്നെ ശരത് തങ്കയം, പിന്നെ സിംഗേഴ്സായിട്ട് രജിൻ കയ്യൂര്, അഭിരാജ് കാഞ്ഞങ്ങാട്, അങ്ങനെ നിരവധി കലാകാരന്മാരെ ഞങ്ങൾ ഇത് ചേർത്തിണക്കി കൊണ്ടുപോകുന്നുണ്ട്. സംഗീതം മാത്രമാണോ അല്ല മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? സംഗീതം മാത്രമല്ല, നമ്മള് പിന്നെ ഞാനൊരു അധ്യാപകനാണ്. ഒരു 10-18 വർഷമായിട്ട് അധ്യാപക വൃത്തി ആണ് ചെയ്യുന്നത്. ഞാനിപ്പോ ജോലി ചെയ്യുന്നത് വെള്ളരിക്കുണ്ട് ഒരു CBSE ഹയർ സെക്കൻഡറി സ്കൂളില് ലൈബ്രറിയനായിട്ട് ജോലി ചെയ്യുകയാണ്. സെയിന്റ് എലിസബത്ത് കോൺവെന്റ് സ്കൂൾ, അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഞാനിതുപോലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ്. അതിൽ കൂടെ തന്നെ ഈ പാട്ടും പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മുടെ മലബാർ എക്കോസിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരും കൃതം ആർട്ടിസ്റ്റുമാരൊക്കെ അതിൽ കുറച്ചു പേര് എത്തിയിട്ട് ഇനിയും കുറെ ആൾക്കാരുണ്ട്. നമുക്ക് അവരൊന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് ഈസ്റ്റ് കോസ്റ്റ് ഓഡിയൻസിന്റെ മാണിക്യ ചെമ്പഴുക്ക എന്ന ആൽബത്തിലൂടെ ഓണപ്പാട്ട് അത്തം പൂത്തിറങ്ങി എന്ന പാട്ട് പാടി ജനഹൃദയങ്ങളിലേക്ക് ശ്രദ്ധ നേടിയ പ്രിയപ്പെട്ട പാട്ടുകാരാണ് മനീഷ് ലാൽ. അതുപോലെ തന്നെ ഇത് കൃഷ്ണകുമാർ കൊഴുമ്പലാണ് സ്വദേശം. ഒരുപാട് വർഷം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈയിടയ്ക്ക് കേരള സർക്കാരിന്റെ ബജറ്റ് ഫെലോഷിപ്പ്, അതുപോലെ തന്നെ കലാഭവന ഫൗണ്ടേഷൻ ഓടപ്പഴം പുരസ്കാരം അടക്കം നേടിയ കലാകാരനാണ്. മറ്റത് നമ്മുടെ എന്നും ആരാധിക്കുന്ന വ്രതങ്ങൾ കൊണ്ട് ഞങ്ങളുടെ എല്ലാം മനസ്സിനെ സന്തോഷിക്കുന്ന പ്രിയപ്പെട്ട കലാകാരനാണ് സാജേഷ്. അദ്ദേഹം ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്യാണ്. നമുക്ക് എന്തായാലും അവരോട് തന്നെ ബാക്കി വിശേഷങ്ങൾ ചോദിച്ചറിയാം. ലാലേട്ടൻ പാടി ഓണപ്പാട്ടുണ്ട്. ആ പാട്ട് നമുക്ക് ലൈവായിട്ട് ലാലേട്ടൻ ശബ്ദത്തിലൂടെ നമുക്ക് എല്ലാവരും ആസ്വദിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. കുറെ വർഷം ഒരു 10-15 വർഷത്തിന് മുകളിലായി ഈ നാടൻപാട്ട് മേഖലയിലുള്ളത്. തിരുവനന്തപുരത്ത് എഞ്ചിനീയർ പഠിക്കുന്ന സമയത്താണ് നമ്മൾ നാടൻപാട്ടിന്റെ മേഖലയിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെയാണ് അവിടുന്ന് ഒരു ആൽബം ഈസ്റ്റ് വെസ്റ്റ് ബാനറിൽ ചെയ്യാൻ പറ്റിയത്. അതിലൊരു പാട്ടാണ്, ഓണപ്പാട്ടാണ്. ഓണത്തിന് ഏതാണ്ട് എല്ലാ ഓണക്കാലത്തും പൊതുവെ എല്ലാ വേദികളിലും പൊതുവെ പാടി വന്ന പാട്ടാണ്. പക്ഷെ കേട്ട് പരിചയമുണ്ടാവും. നമുക്ക് കുടുംബ പാടി പ്രചരിപ്പിച്ച വന്ന പാട്ടാണ്. അതൊന്ന് രണ്ടുപേരും പാടാം. ചെമ്മാനപ്പൂവിൽ പണ്ടുത്തരാടം പിറന്നേ, ഉത്തരാട കളത്തിലും മാവേലിത്തമ്പുരാനേ, എന്തെല്ലാം കാഴ്ചയുണ്ട് താര കണ്ടുന്നു തന്നുയിപ്പ, ഒട്ടും കുറവയുണ്ട് താര ഒട്ടേറെ ഘോഷമുണ്ട്. തിത്താം തേരാരാ തകരേ തകരാരാ, തിത്താം തേരാരാ തകരയത്തിനന്താരാ, തിത്താം തേരാരാ തകരേ തകരാരാ, തിത്താം തേരാരാ തകരയത്തിനന്താരാ. അപ്പം കൂട്ടിറങ്ങി താര ഞഴിഞ്ഞേ, ചിത്തിര കല്ലു കണ്ടേ താര ചന്ദിരം പോകും പോലെ. കിട്ടാം തേരാരാ തകരേ തകരാരാ, കിട്ടാം തേരാരാ തകരയത്തിനന്താരാ. ആരെല്ലാം പോരണുണ്ട് നാളെ മാവേലി പാട്ടുപാടാൻ, ആരെല്ലാം കൂടണുണ്ട് നാളെ പൊന്നോണക്കൂത്ത് കാണാൻ, ആരെല്ലാം പോരണുണ്ട് നാളെ
ആരെല്ലാം കൂടണുണ്ട് നാളെ പൊന്നോണ കൂത്തുകൂടാ അത്തം കുത്തിറങ്ങി താരാഞ്ഞായി പൂവിരിഞ്ഞേ ചിത്തിര കതിരു കണ്ടേ താര ചന്ദിരം നോക്കുമ്പോലെ തിത്താം തേരാറാ തകതൈതകരാറാ തിത്താം തേരാറാ തകതയ്യത്തിനെന്താറാ. പിന്നെ നമുക്കറിയാം ഈ പാട്ട് എല്ലാവരും ഓണക്കാലം വരുമ്പോ അതെ എല്ലാവരും പാടും. പക്ഷെ ഈ പാട്ട് പാടി ഗായകനാകാന്ന് ആർക്കും അങ്ങനെ അറിയില്ല. ഇന്നായിരുന്നു ആ പാട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ലാലേട്ടൻ ലെവൽ വരാറ്. അത് മറ്റൊരു ഗായകൻ പ്രിയപ്പെട്ട കൃഷ്ണകുമാർ പണിക്കാണ്. ഒരുപാട് തരക്കും പഴക്കമുള്ള പാട്ടുകാരനാണ്. നമ്മൾക്കൊരു പാട്ട് എങ്ങനെ പാടണം, അത് അതിന്റെ പ്ലാൻസ് എന്നൊക്കെ കൃഷ്ണന്റെ പാട്ട് കേട്ടിട്ടാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ കൃഷ്ണന്റെ വിഷയങ്ങളും പാട്ടും നമുക്ക് ആസ്വദിക്കാം. ഓക്കെ, നിങ്ങളെ അനുഭവങ്ങളും പിന്നെ എല്ലാവർക്കും ഓണാശംസകള്. കാരണം വളരെ സന്തോഷം. കാരണം ഇത് മനസ്സിൽ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു കൂട്ടായ്മ, കാരണം ഒരു 20 വർഷത്തിന് മുകളിലായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടുന്ന ഒരു ഇതാണ്. അതിന് പ്രത്യേക കാരണക്കാരൻ ലാല് തന്നെയാണ്. കാരണം ഈ ഒരു നാടൻപാട്ടുകളുടെ ഒരു മേഖലയിലേക്ക് വരാനും അല്ലെങ്കിൽ ഇതിനോടൊരു താല്പര്യം തോന്നാനും അതിന്റെ ഒരു പ്രചോദനം തീർച്ചയായും ലാൽ തന്നെയാണ്. കാരണം അവന്റെ പാട്ടുകൾ ഒക്കെ ഒരുപാട് വെറൈറ്റി പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഈ നാടൻപാട്ട് പഠിച്ചത്. പിന്നെ ഇതിൽ ഒരുപാട് ബന്ധങ്ങൾ ഇത്രയും വർഷമായിട്ട് ഏതൊരു സ്ഥലത്ത് പോയാലും എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു ബന്ധങ്ങൾ വളരെ വലുതാണ്. അതൊരു ഏത് മേഖലയിലും കിട്ടൂല. അതുകൊണ്ട് തീർച്ചയായും ഒരു നാടൻപാട്ട് കലാകാരൻ എന്നുള്ള നിലയിൽ വളരെ 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 അഭിമാനം കൊള്ളും ഈ നിമിഷം. ഓക്കെ, എല്ലാ മലയാളികളും ഇനി കേരളത്തിലായാലും എവിടെയായാലും എല്ലാ പ്രദേശങ്ങളിലും ആഘോഷിക്കുന്ന ഇതാണ്, മലയാളികൾ ആഘോഷിക്കുന്നതാണ് ഓണം. അപ്പൊ ഓണത്തോടനുബന്ധിച്ച് ഒരു 4 വരി ഇതും ലാലിനൊരു പാട്ട് കടമെടുക്കുകയാണ്. നല്ല വരവുമായി ചായലും കൊള്ളാം വൈത്തലോട്ടമേ പുറയലും കൊള്ളാം ചായലും കൊള്ളാം വൈത്തലോട്ടമേ പുറയലും കൊള്ളാം കരിമായ ലക്ഷി തുള്ളിയുറയണമേ ഈ തിരുവോണ നാളിൽ ഞങ്ങൾക്ക് ഇത്രയും പറയാനുള്ളൂ. ഞങ്ങളുടെ മ്യൂസിക് ബാൻഡ്, ഫോക്ക് ബാൻഡ് മലബാർ കോസ്റ്റിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ് ഈ സീസണിൽ. അപ്പൊ എല്ലാവരുടെയും അവരുടെ പ്രോത്സാഹനവും സഹകരണം ഉണ്ടാവണം. ഞങ്ങൾക്ക് പരിപാടികളൊക്കെ തരിക, അനുഗ്രഹിക്കുക. എല്ലാവർക്കും കൂടി ഹൃദയം നിറഞ്ഞ ആശംസ. താങ്ക് യു. അപ്പൊ ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. ഉള്ളിൻ്റെ ഉള്ളിൽ
വിഴുതി കഴിഞ്ഞ മൊഴികൾ കാണാതെ ചൊല്ലുന്നു മകനായാലും എന്റെ കിഴികൾ ഉള്ളിന്റെ ഉള്ളിൽ തൊട്ട പുലക വിഴുതി കഴിഞ്ഞ മൊഴികൾ കാണാതെ ചൊല്ലുന്നു മകനായാലും എന്റെ കിഴികൾ സ്വർഗത്തിൽ പോയാലും എന്റെ നാടി പൂക്കാരം സ്വപ്നങ്ങൾക്ക് പൂത്താലും നിൻമുഖമായി സ്വർഗത്തിൽ പോയാലും എന്റെ നാടി പൂക്കാരം സ്വപ്നങ്ങൾക്ക് പൂത്താലും എൻമുഖമായി എനിക്കും നിനക്കും ഒരു ലോകം ആനട്ടുണരുന്ന കൈയും പൊൻവെള്ളത്താലിയും ആനട്ടുണരുന്ന കൈയും ഞാനൊരു പൂത്താലി തീർത്തു വച്ചു ഞാനൊരു പൂത്താലി തീർത്തു വച്ചു ദൈവരോളം പാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു എത്തിലെടുത്തു വച്ചു തിരികൊളുത്തിയ ആയിരം വിളക്കുകൾ എരിയും തിരിയിട്ടു കൊളുത്തിയ ആയിരം വിളക്കുകൾ എരിയും തുളസി കരിമച്ച് കളഭമണിയും പൂനിലാവ് കളഭമണിയും പൂനിലാവ് കടലിൽ താഴുമ്പോ മാനത്തെ മുന്നതയിൽ തിരുവോണനാളിൽ നമ്മുടെ ഒപ്പം കുറച്ചു നേരം സമയം പങ്കിട്ടതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദി.